കൃഷ്ണനെ തേടി അനന്തൻകാട്ടിലേക്ക് പോയ വില്ലുമംഗലം സ്വാമിയാരുടെ കഥ അറിയാമോ? കൃഷ്ണഭക്തനായിരുന്ന വില്ലുമംഗലം സ്വാമിയാർ ഒരിക്കൽ പൂജയ്ക്കിടെ ഒരു കുട്ടി വരികയുണ്ടായി. നിഷ്കളങ്കത്വം നിറഞ്ഞ കുട്ടിയെ കണ്ടപ്പോൾ സ്വാമിയാർക്ക് ഇഷ്ടം തോന്നുകയും പൂജാതി കർമ്മങ്ങൾക്ക് സഹായിയായി കൂടെ നിർത്തുകയും ചെയ്തു. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് കുസൃതികൾ കൂടുകയും പൂജാതി കർമ്മങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് കണ്ടതോടെ ദേഷ്യം വന്ന സ്വാമിയാര് പുറം കൈയും കൊണ്ട് കുട്ടിയെ പിന്നിലേക്ക് തള്ളിമാറ്റി. പെട്ടെന്ന് കുട്ടി അപ്രത്യക്ഷനാവുകയും എന്നെ വീണ്ടും കാണണമെങ്കിൽ അനന്തൻകാട്ടിലേക്ക് വരണം എന്നൊരു അശരീരി കേൾക്കുകയും ഉണ്ടായി. ദുഃഖിതനായ സ്വാമിയാര് കാട് തേടി അലഞ്ഞു. ഒടുവിൽ അനന്തപുരിയിലെത്തി. ക്ഷീണിതനായ അദ്ദേഹം ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കെ ഒരമ്മ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് കേൾക്കുകയുണ്ടായി. ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിന്നെ അനന്തൻകാട്ടിലേക്ക് എറിയും എന്നായിരുന്നു. ഇത് കേട്ട സ്വാമിയാര് ആ അമ്മയ്ക്കരികിലെത്തി അനന്തൻകാട് എവിടെയെന്ന് തിരക്കി. അവിടേക്ക് യാത്ര തിരിച്ചു. ഒടുവിൽ അനന്തൻകാട്ടിലെത്തിയ അദ്ദേഹം കണ്ടത് അനന്തപത്മനാഭനെയാണ്. സ്വാമിയാർ പൂർണ്ണ സമർപ്പണത്തോടെ ഭഗവാനെ നമസ്കരിച്ചു. നൈവേദ്യമായി കാട്ടിൽ നിന്നും ലഭിച്ച ഒരു മാമ്പഴം ഭഗവാന് മുന്നിൽ സമർപ്പിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ഈ പ്രദേശത്ത് 2 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. മഹാവിഷ്ണുവിന്റെ ചൈതന്യം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലേക്കും അനന്തന്റെ ചൈതന്യം അനന്തൻകാട് ക്ഷേത്രത്തിലേക്കും.